Hello guys, welcome back. Second part. Okay, എനിക്കിപ്പം 29 കൂടി വന്നാൽ ഞാൻ 17,000 ആവും. സിമ്പിൾ. എനിക്ക് 25 വേണം. ഞാൻ ഒരു 50 കിട്ടിയാൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ. സോ സ്പീഡിൽ നന്നായിട്ട് കളിക്കാം. ഗായ്സ്, നമ്മൾ ഒരു കളി ഇല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് സെക്കൻഡ് ആയിട്ട് എൻ്റെ അനിയൻ്റെ കൂടി 1v1 കളിക്കുന്നതാണ്. ഇല്ലെങ്കിൽ 1v1 ഹെഡ്ഷോട്ട്. ഹെൽത്ത് ബാർ 20 അല്ലേ കാണൂ? 20 12 എത്രയായാലും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2 ഹെഡ്ഷോട്ട് അടിച്ചാൽ നിങ്ങൾ കണ്ടായിരുന്നു. അത് ഭയങ്കര സിമ്പിളായിരുന്നു. കിട്ടിയത് ഓക്കെ. ഞാൻ നന്നായിട്ട് ഹെഡ്ഷോട്ട് അടിച്ച് എൻ്റെ ഹെഡ്ഷോട്ട്. ഓക്കെ ഓക്കെ ഗായ്സ്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ബാമ്പു. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജു ഏത് സാഹചര്യത്തിലാണ് ഞാൻ മദ്രാസ് അയച്ചത്. കുറച്ച് ദിവസം നോക്കട്ടെ. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ ആരംഭിച്ചു. ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ചു. അവൻ ഓഫീസിൽ നിന്ന് കാശ് വാങ്ങാൻ പറയും. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ മദ്രാസിലേക്ക് തിരിച്ചു. എന്ത് ചേഞ്ച് ആയി? എൻ്റെ ബ്ലൂ ആയി. ഗ്ലാസ് അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ ഫ്രെയിം വന്ന്. എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് തോന്നുമ്പോൾ ആടണം, പാടണം, കുടിക്കണം. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി തനിയാ ജീവിക്കണ്ടേ? അതിന് പണം വേണം. നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ പോകുന്നേ? നീ എനിക്കൊരു ശല്യമാണെന്ന് ആരും പറഞ്ഞു. ഞാൻ ഒരിക്കലും അവിടെ വന്നിട്ടില്ല. സോറി, എനിക്ക് പോയേ പറ്റി. എന്നെ തനിക്ക് രാജു, രാജു, നോ, ഐ വാണ്ട് ടു ഗോ. അറിഞ്ഞുകൊണ്ട് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓക്കെ, പേടിച്ച് അവസാനം കൊന്നു. അവൻ്റെ ഫോണിൽ ലാഗ് അടിക്കണം, അത് എൻ്റെ ഫോണിൽ ലാഗ് അടിക്കണം. ഓക്കെ ഓക്കെ, ഹെൽത്ത് ഫുള്ളായ. ഓക്കെ, ഹെൽത്ത് ഫുള്ളാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം ഗൈസ്. എൻ്റെ പക്ഷിയുണ്ട് എൻ്റെ കൂടി, പേടിക്കണ്ട. ഓക്കെ, ഇപ്രാവശ്യം ഗ്രനേഡ് ചൂഷി വെച്ചിരിക്കാം. ഓക്കെ, ഇപ്പോൾ തന്നെ 4 കില്ലായി. എല്ലാം മാക്സ് ചെയ്തേക്കാം. ഇത് മാക്സ് തന്നെ, ഇത് മാക്സ് ചെയ്തേക്കാം. ഓക്കെ, നല്ല എന്തെന്ന് വിചാരിച്ച് നേരെ ഗൺ ഫയർ ആവുന്നുണ്ടല്ലോ. അവിടെ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ടേയ്, എപ്പോഴാ? എവിടെയാടാ? ഞാൻ ആരെയും കണ്ടില്ലല്ലോ. യവന്മാർ ഇവിടെ ഒളിച്ചിരിപ്പായിരുന്നോ? എടാ കൊള്ളാ, പക്ഷെ ഞാൻ സ്പോണേ. ഞാൻ വല്ല മുക്കിലും മൂലയെന്നെല്ലാം പോയത് ഗണ്ണ് ഉണ്ടാക്കിക്കോളാം. എനിക്കിവിടെ വേണമെന്ന് ഒരു താല്പര്യമില്ല. കാരണം ഗൈസ്, അവിടെ എങ്ങാനും പോയാൽ അവിടെ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു വീടിൻ്റെ അകത്ത് നിന്നെല്ലാം ഒപ്പിക്കേണ്ടി വരും. സോ ഫസ്റ്റ് തന്നെ നേരെ ശവപ്പെട്ടിൻ്റെ അടുത്ത് പോവാം. ഒന്നുമില്ല, നല്ലതൊന്നുമില്ല. അപ്പം നമുക്ക് ഇൻഡക്റ്റീവ് യൂസ് കൊടുക്കാം. എനിക്ക് ആദ്യം ഗണ്ണ് വേണം. കൺഫ് ഇത് എനിക്ക് വേണ്ട.
ഞാൻ എവിടെ നിന്ന് എന്ത് ചെയ്യും? കാർ ഓട്ടോ റിക്ഷ ബൈക്ക് ഒന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഗൈസ് ഞാൻ ഇപ്പോൾ ഒരുത്തും ചേർന്ന് കണ്ട ഞാൻ ബുള്ളറ്റിന്റെ ശബ്ദം ഉണ്ടാക്കി ആൾക്കാർ എൻ്റെ അടുത്ത് അട്രാക്റ്റ് ആവും. ഞാൻ ഇവിടെ നിർത്തും താഴെ ചെന്ന് കണ്ണ് മാറ്റിക്കോളാം. അല്ല ഓക്കെ ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തു. ഇതെന്തിനാ? ഓഹോ ഗണ്ണ് ഷോപ്പ്. കാറ് വല്ലതും എൻ്റെ അടുത്ത് കാണുന്നുണ്ടോ? ഇല്ല, കാറ് വല്ലതും അടുത്തില്ല. ഗൈസ് എൻ്റെ അനിയനുണ്ട് അടുത്ത്. ബൈക്ക് യോ എന്തിനാ പറ്റി ഗൈസ്? ഇല്ല, ഫോണേ ലാഗായി. ഇതെന്തിനാണ്? എൻ്റെ അകത്ത് പോയി എന്തിനു സംഭവിക്കും ആൾക്കാർ? നോ ഗ്ലൂ ആളാ. ഒന്നാമതായി വളരെ ഏർപ്പറിയായി രാജുവിന്റെ മൃതദേഹം മദ്രാസിൽ സംസ്കരിച്ചു. അവന്റെ സ്നേഹിതരും കുറ്റവരും ഇവിടെയുള്ളപ്പോൾ പിന്നെ നീ അബദ്ധത്തിൽ വിട്ടുപോയൊന്ന് രാജുവിന്റെ ഡ്രൈവിംഗ് അറിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. രാജുവിന്റെ ഡ്രൈവിംഗ് പഠിച്ചുകൂടെ? ആർഗ്യുമെന്റ്സിന് വേണ്ടി നിനക്കങ്ങനെ വാദിക്കാം. പക്ഷേ ഒരു അന്വേഷണത്തിന് ആ സംശയം അധികമായിരുന്നു. മദ്രാസ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രയോജനമൊന്നും ഉണ്ടായില്ല. രാജുവിന്റെ മരണം കാർ ആക്സിഡന്റ് തന്നെയാണെന്നായിരുന്നു അവരുടെ റെക്കോർഡിൽ ഉണ്ടായിരുന്നു. വിട്ടുകളയാവുകയും. പക്ഷേ ഒരു കുറ്റവാളിക്ക് എല്ലാ പഴുതുമറിച്ച് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അതൊരു പ്രകൃതി നിയമമാണ്. ഞാൻ സാധനത്തിൽ പോയി നിന്ന് എങ്കിലും ഒന്ന് ശ്രമിക്കാവുന്നേ. ഇവനെ കൺവിൻസ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇവന്റെ മൂക്കും ചുണ്ടും ശരിയാക്കാൻ ചെറിയൊരു പ്ലാസ്റ്റിക് സർജറി നടത്തി. ഒരു കോൺടാക്ട് ലെൻസ് 8 മാസം എടുത്തു ഇവനെ രാജുവാക്കാൻ. ശബ്ദ വ്യത്യാസം ഒഴിച്ച് ബാക്കി ഏതാണ്ടൊക്കെ ഒപ്പിച്ചു. നിങ്ങളിവിടെ രാജുവിന്റെ ആൽബവും വീഡിയോ കാസറ്റും വാങ്ങിയത് അതിനു വേണ്ടിയായിരുന്നു. ഇവന്റെ സഹായത്തിനായി മദ്രാസ് ഫൈബറാഗിൽ നിന്നും അക്ബറെ ലഭിച്ചു. രാജുവിന്റെ സിഗ്നേച്ചർ നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി കള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി അക്ബറെ അയച്ചു. രാജുവിന്റെ സിഗ്നേച്ചർ നിനക്ക് അറിയില്ല എന്ന് ബോധ്യമായി. സിഗ്നേച്ചർ ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഇമിറ്റേറ്റ്. പിന്നെയും ഉണ്ടായിരുന്ന പാകപ്പിഴകൾ രണ്ട് കൽപ്പിച്ച് ഞാൻ ഇവരെ രാജുവായി ലോഞ്ച് ചെയ്തു. കുഴിച്ചെടുത്ത റെക്കോർഡിൽ രാജുവിന്റെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇവനെ കണ്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറേ നേരം സർവൈവ് ചെയ്തു. ബാക്കി 14 പേരായിരുന്നു ബാക്കി. സോ എനിക്ക് ഒരു 50 കിട്ടണ്ടേ. തന്നെ കിട്ടും 30. വെയിറ്റ് 30 എന്ന് പറഞ്ഞാൽ 30 + 70 71 ആവണം. ഓക്കെ, ഇപ്പം നമ്മളെ കയ്യിൽ 17,001 സ്റ്റാർ ഉണ്ട്.
സോ ഇനി നമ്മൾ 24 സ്റ്റാറും കൂടി ഒപ്പിച്ചാൽ നമ്മൾ ഗോൾഡ് സെക്കൻഡ് ആവും. എല്ലാവരും കൂടെ ചേർന്ന് സമർത്ഥമായി ഞാനവരോട് സത്യം പറഞ്ഞു രാജുവിനെ കുറിച്ചുള്ള അവരുടെ അന്വേഷണം നിർത്താൻ വേണ്ടി. ഈ കാലം അത്രയും ഒരു സത്യം മറച്ചു വെച്ചതിന്റെ വേദന എന്റെ മനസ്സിലുണ്ടായി. ഇപ്പൊ എനിക്ക് ആശ്വാസം. എനിക്ക് ഒരു കാര്യത്തിലെടുക്കും എന്റെ സിസിലി എത്ര ചോദിച്ചിട്ടും ഞാൻ സത്യം പറഞ്ഞു. അവർ പോലീസുകാർ, അവരുടെ ആവശ്യം മനസ്സിലായി. ഇത്ര വലിയ പ്ലെയിനല്ലേ ആൾക്കാർ ഇറങ്ങാനും തുടങ്ങിയ. ഓക്കെ ഉമ്മര അവിടെ ഇറങ്ങിട്ട് നേരെ പോയി അങ്ങോട്ട് ഇറങ്ങാം. കാർ അവിടെ ഇല്ലേ? കാർ 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 സ്വിംഗ് ഉണ്ട്. കാർ ഓക്കെ അവിടെ ഉണ്ട്. ഓട്ടോയും ഞാൻ കണ്ട്. ജാക്കറ്റ്. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ ബേർഡ് അവിടെ ബേർഡ് അവിടെ മോളിലൊന്ന്. യോ ഗായ് സർക്കിൾ വന്നറ പേടിച്ച് ഞാൻ നിന്റെ മോളെ കയറിയിട്ട് എന്തിര്. ആരും ഇല്ല ഗൈസ് ഇവിടെ. എനിക്കുള്ള ശിക്ഷ എന്താണെന്നറിയില്ല. ഇനി ആ വീട്ടിൽ കഴിയും എന്റെ അനിയൻ രാജുവിനെ പോലെ എന്റെ സിസിലിയെ നോക്കണം. നിന്റെ ചേട്ടനെ ഓക്കെ ഞാൻ കറക്റ്റായിട്ട് വന്നു. ഇന്നും എനിക്ക് എത്ര 24 വേണം. അതെങ്ങനെ ഒപ്പിക്കും? ഞാൻ ബൗണ്ടറിൻ്റെ വെളിയിൽ പോവേണോ? എനിക്കൊരു ഡൗട്ട്. ശരി അപ്പകത്ത് മാപ്പ് നോക്കട്ടെ. ഞാൻ എവിടെ ഇരിക്കുന്നു? നേരെ സ്ട്രൈറ്റ്. ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട് പോകണം. കറക്റ്റ് ഉണ്ട്. ഇതാണ് ബൗണ്ടറി. അതിനെനിക്കിത് ആ റോഡ് വഴി പോയാൽ മതി. കയറ് കയറ് ഓട്ടോറിക്ഷ കയറ്. ഓട്ടോറിക്ഷ കയറ്. ഓട്ടോറിക്ഷ കയറ്. കയറ് 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 കയറി കയറി. ഓട്ടോ പവർ ഓഫ് ഓട്ടോറിക്ഷ. ഇത് കയറോ കയറോ കയറും കയറും കയറും. സോ ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ ഓട്ടോറിക്ഷ കയറ്റിയിരിക്കുകയാണ്. നമുക്കിനി ആ വഴിയാണ് ഗൈസ് പോകാനുള്ളത്. യോ ചാടി. പിന്നെ എൻ്റെ അനിയന് നല്ല പവേഴ്സൊക്കെ ഉണ്ട്. ഇൻഫിനിറ്റി പവറും ബുദ്ധിയാണ് അവന്. കോനി എവിടെയാണല്ലോ ബുള്ളറ്റിന്റെ ശബ്ദം വേണം. ഓക്കെ 2 മിനിറ്റ് ഗൈസ്. ഗൈസ് ഞാൻ വീണ്ടും ചത്ത്. ഗുഡ്. ഞാൻ AFK ആയിരുന്നപ്പോൾ ചത്ത്. ആർ യു സീരിയസ് ബ്രോ? എത്ര കിട്ടുമെന്തോ? -1 കിട്ടല്ലേ. +11 എന്ന് വെച്ചാൽ 12ആയി. ഇന്നും എനിക്ക് 18 വേണം. കയ്യിൽ തോക്കും.
കിട്ടിയില്ലേ? ഓ എത്ര വേണം, പക്ഷെ നമുക്ക് ഒരു കളി കളിച്ചാൽ നമുക്കത് കിട്ടും ഗൈസ്. ഇന്നത്തെ